അമേരിക്കയിൽ കഴിഞ്ഞ ദിവസം നടന്ന വിമാന ദുരന്തത്തിൽ ഇറാന്റെ പങ്കും അന്വേഷിക്കുമെന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് സർക്കാർ മേഖലയിൽ നിന്ന് തന്നെ ഇങ്ങനൊരു ഉത്തരവ് കൂടി വന്നിരിക്കുന്നത്. കാര്യം പറയുന്നത്, പല ഘട്ടത്തിലും തങ്ങളുടെ രാജ്യത്തുണ്ടായിരിക്കുന്ന സംഘർഷാവസ്ഥയിൽ ഇറാന് പങ്കുണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിലാണ്. തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഡൊണാൾഡ് ട്രംപിന് നേരെ വെടിവെപ്പ് നടന്നിരുന്നു. അദ്ദേഹത്തിന്റെ ചെവിക്ക് വെടികൊണ്ടു. അങ്ങനെ അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത്. അതിനു മുൻപ് സമാനമായിരിക്കുന്ന ഒരു വധശ്രമം ട്രംപിന് നേരെ നടന്നിരുന്നു. ഇതിലൊക്കെ ഇറാന് പങ്കാളിത്തമുണ്ടോ, അല്ലെങ്കിൽ ഇറാന്റെ ഒറ്റുകാര് ഈ അമേരിക്കയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന കാര്യമൊക്കെ വിശദമായ രീതിയിൽ തന്നെ അന്വേഷിക്കണം എന്നുള്ള നിലപാടിലേക്കാണ് ട്രംപ് പോയിരിക്കുന്നത്. അപ്പൊ ചാരന്മാരുടെ സംഘങ്ങൾ തങ്ങളുടെ സൈനികർക്കിടയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ ഈ ന്യൂയോർക്ക് ടൈംസ് പത്രത്തിൽ റിപ്പോർട്ടായിട്ട് പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. എന്താണ് ഇറാനും അമേരിക്കയും തമ്മിൽ ഇത്രയേറെ സംഘർഷാവസ്ഥ ഉണ്ടാവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, അത് ഇറാന്റെ നേതാവ് കാസിം സുലൈമാനി 2020 ഇറാഖിൽ വെച്ച് കൊല്ലപ്പെട്ടതാണ് ഏറ്റവും സംഘർഷാവസ്ഥ മൂർധന്യത്തിലെത്താനുള്ള കാരണം. ഇറാനും അമേരിക്കയും തമ്മിൽ എല്ലാ കാലത്തും ബദ്ധവൈരികളാണ്. ഈ സാമ്പത്തിക ഉപരോധമടക്കമുള്ള എല്ലാവിധ ഉപരോധ സംവിധാനങ്ങളും അമേരിക്ക കാലാകാലങ്ങളിലായി ഇറാന് നൽകി പോരുന്നു. ഇറാൻ ആ പ്രതിരോധത്തെ അതിജീവിച്ചുകൊണ്ടാണ് വലിയ രീതിയിലുള്ള സൈനിക ശക്തിയായി മാറിയത്. ലോകത്ത് എണ്ണപ്പെട്ട സൈനിക ശക്തികളുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഇറാന്റെ പേരുണ്ട് എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. അപ്പോൾ കാസിം സുലൈമാനിയുടെ വധവുമായിട്ട് ബന്ധപ്പെട്ട് അതിന് നേരിട്ട് പങ്കാളിത്തം വഹിച്ച പ്രസിഡന്റായിരുന്നു ഡൊണാൾഡ് ട്രംപ് അന്നും അമേരിക്കയുടെ പ്രസിഡന്റായിരുന്നു. ഇപ്പൊ ആദ്യം അദ്ദേഹം അധികാരത്തിലേറുന്ന സമയത്താണ് ഈ വിഷയങ്ങൾ ഉണ്ടാകുന്നത്. ഇറാനെ ഇല്ലാതാക്കുക, അതിന്റെ മുച്ചൂട് മുടിപ്പിക്കുക, അതിന്റെ സാമ്പത്തികപരമായിരിക്കുന്ന മേഖല തകർക്കുക, സൈനിക ശക്തി ഇല്ലാതാക്കുക, അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ സംഘർഷാവസ്ഥ ഉണ്ടാക്കുക, ആഭ്യന്തര കുഴപ്പങ്ങൾ ഉണ്ടാക്കുക, ഇതെല്ലാമാണ് ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ആശയം അന്ന് തന്നെ. ഇത് അമേരിക്കയുടെ ഒരു പിന്തുടർച്ചയായിട്ട് വരുന്നതാണ്. ജോർജ് ബുഷ് അമേരിക്കയുടെ പ്രസിഡന്റായി ഭരിക്കുന്ന സമയത്താണ് ഇറാഖ് യുദ്ധം ഉണ്ടായതെന്ന് നമുക്കറിയാം. ആ ഇറാഖ് യുദ്ധത്തോടനുബന്ധിച്ചാണ് ഇറാനോട് അമേരിക്ക സഹായം ചോദിച്ചത്. ഇറാഖിനെ ആക്രമിക്കാൻ വേണ്ടി നിങ്ങളുടെ ഭൂപ്രദേശം വിട്ടുതരണം, അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ആളൊഴിഞ്ഞ ഒരുപാട് മേഖല ഇറാഖിന്റെയും ഇറാന്റെയും അതിർത്തി പ്രദേശങ്ങളുണ്ട്. ഈ മേഖലയിൽ നിന്ന് ആക്രമിക്കുക വളരെ എളുപ്പമാണ്, അതുകൊണ്ട് സഹായിക്കണം എന്ന് ആവശ്യപ്പെട്ട സമയത്ത് അമേരിക്ക കരുതിയിരിക്കുന്ന കാര്യം 8 കൊല്ലത്തോളം ഇറാനും ഇറാഖും തമ്മിൽ യുദ്ധം നടന്നിട്ടുണ്ട്. 10 ലക്ഷത്തോളം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടങ്ങളും സൈനിക നഷ്ടങ്ങളും ഉണ്ടാക്കിയ യുദ്ധമാണ്. ആ യുദ്ധം ഉണ്ടാക്കിയത് ഇറാഖിൽ നിന്നാണ്. സദാം ഹുസൈന്റെ സൈനികരാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഇറാൻ ആക്രമിക്കുന്നത്. അപ്പോൾ ഇറാഖിൽ നിന്ന് ഉണ്ടായ യുദ്ധമാണ്. സാമ്പത്തികപരമായിരിക്കുന്ന നഷ്ടങ്ങൾ രണ്ട് രാജ്യത്തിനുണ്ടെങ്കിലും കൂടുതൽ ഈ സാമ്പത്തിക നഷ്ടം ഉണ്ടായത് ഇറാനാണ് എന്നാണ് അന്ന് വിലയിരുത്തപ്പെട്ടത്. അപ്പോൾ ഇതിനോടനുബന്ധിച്ചാണ് ഇറാഖിനെ ആക്രമിക്കാൻ കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്താനുള്ള കുറുക്കന്റെ തന്ത്രമാണ് യഥാർത്ഥത്തിൽ അമേരിക്ക അവിടെ പ്രയോഗിച്ചത്. ഇറാഖിനെ ആക്രമിക്കാൻ വേണ്ടി തങ്ങൾക്ക് അവസരം തരണം, ഭൂപ്രദേശങ്ങൾ വിട്ടു തരണം. മാത്രമല്ല പറഞ്ഞത്, അതിനോടനുബന്ധിച്ചിരിക്കുന്ന ഒരുപാട് സാമ്പത്തിക സഹായങ്ങൾ നിങ്ങൾക്ക് നൽകുമെന്നുള്ളതും സാമ്പത്തിക ഉപരോധം പിൻവലിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ തീരുമാനമെടുക്കുമെന്നുള്ള ഒരുപാട് വാഗ്ദാനങ്ങളും ആ ഘട്ടത്തിൽ നൽകി. ഇറാൻ പറഞ്ഞു, തങ്ങളുടെ മുഖ്യശത്രു ഇറാഖിനേക്കാളേറെ മുഖ്യശത്രു അമേരിക്ക തന്നെയാണ്, നിങ്ങളെ വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല. നിങ്ങൾക്ക് ആക്രമിക്കാൻ വേണ്ടി, അതായത് മുസ്ലിം രാജ്യത്തെ ആക്രമിക്കാൻ വേണ്ടി തങ്ങളുടെ ഭൂപ്രദേശം വിട്ടു നൽകിയില്ല. ഞങ്ങൾ തമ്മിലുള്ള വിഷയങ്ങൾ, ഇറാനും ഇറാഖും തമ്മിലുള്ള വിഷയം, അത് ഞങ്ങൾ തീർത്തോളാം എന്ന് പറഞ്ഞതാണ് അമേരിക്ക ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചത്. വളരെ എളുപ്പത്തിലും ആളൊഴിഞ്ഞ മേഖലയിൽ നിന്നും ആക്രമിക്കുന്ന സമയത്ത് ഒരുപാട് മരണങ്ങൾ കുറയാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. സൈനികർക്ക് സുരക്ഷിതത്വം ഒരുക്കുന്ന തരത്തിൽ ഇറാഖിനെ ആക്രമിക്കാനുള്ള അവസരം കിട്ടണമെങ്കിൽ ഇറാൻ സഹായിക്കണം എന്നുള്ളതായിരുന്നു അന്നത്തെ നിലപാടും കാര്യങ്ങളൊക്കെ. കാരണം മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന്, കുവൈറ്റിൽ നിന്നോ ഇറാഖിൽ നിന്നോ സൗദി അറേബ്യയിൽ നിന്നോ മറ്റ് മേഖലയിൽ നിന്നോ ആക്രമിക്കുന്ന സമയത്ത് ജനനിബിഡമായിരിക്കുന്ന പ്രദേശത്തിൽ നിന്നാണ് കൂടുതലും ആക്രമണം നടന്നത്. അതുകൊണ്ട് വലിയ ദുരന്തങ്ങളും അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക തന്ത്രം മെനഞ്ഞത്. ആ തന്ത്രത്തിൽ അവർ പരാജയപ്പെട്ടു. പിന്നീട് മുന്നോട്ട് വന്നിരിക്കുന്ന എല്ലാ വിഷയങ്ങളും അമേരിക്കയും ഇറാനും തമ്മിലുള്ളത് സംഘർഷാവസ്ഥയിലാണ് അവസാനിക്കുന്നത്. 5 ഇറാന്റെ ചാരന്മാരെ തട്ടിക്കൊണ്ടുപോയതുമായിട്ട് ബന്ധപ്പെട്ട വലിയ വിഷയങ്ങൾ നിലനിന്നിരുന്നു. അവർ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട് $6 ബില്യൺ എങ്ങാനുമാണ് കൊടുത്തത്. അത് ഖത്തർ മധ്യസ്ഥതയിലാണ്. അങ്ങനെ ഈ പണം നൽകിയതിന്റെ ശേഷമാണ് ഈ പറയപ്പെട്ട അമേരിക്കൻ പൗരന്മാരെ ഖത്തറിലെത്തിച്ച് പിന്നീട് ന്യൂയോർക്കിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ അവർ ഈ പണം നൽകിയത് അതിനല്ല എന്നൊക്കെ ഇറാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. ഇറാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ വിശദീകരണം,
പെട്രോളിയത്തിന് വേണ്ടി ലോകബാങ്കിലേക്ക് തങ്ങൾ നിക്ഷേപിക്കപ്പെട്ട പണം യഥാർത്ഥത്തിൽ അമേരിക്ക പിടിച്ചു നിർത്തുകയാണ് ചെയ്തത്. ആ പണമാണ് തിരിച്ചു ചോദിച്ചത്. അതല്ലാതെ പൗരന്മാരെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പണമല്ല ചോദിച്ചത് എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് അമേരിക്ക അതിന് പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ ഏറെക്കുറെ ഇറാൻ പറഞ്ഞത് സത്യമാണ് എന്നാണ് ലോകം വിശ്വസിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യങ്ങളും അവസ്ഥകളും എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പോൾ ഈ കാട്ടുതീയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ നാശങ്ങളും വലിയ നഷ്ടങ്ങളും വലിയ മരണങ്ങളും നടന്നിട്ടുണ്ട്. മരണത്തെക്കുറിച്ചുള്ള കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. നാശനഷ്ടത്തെക്കുറിച്ചുള്ള ക്രമീകരണങ്ങൾ പോലും ഉണ്ടായിട്ടില്ല. ഒരു രാജ്യത്തിന് തീപിടിച്ച അതേ സാമ്പത്തിക നഷ്ടം എന്ന് നിങ്ങൾ നോക്കിക്കോളൂ, എന്ന് നിങ്ങൾ കൂട്ടിക്കോളൂ എന്നൊക്കെയാണ് ചില മീഡിയകൾ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. അത്രക്ക് നാശങ്ങളും നഷ്ടങ്ങളും പ്രശ്നങ്ങളും വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ട് ആ തീപിടുത്തത്തിന്. ഒരു ഘട്ടത്തിൽ തീ അണച്ചു, രണ്ടാം ഘട്ടത്തിൽ വീണ്ടും അവിടെ തീ പടർന്നു. അങ്ങനെ വലിയ നാശനഷ്ടങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ വിമാന ദുരന്തം ഉണ്ടായത്. വിമാന ദുരന്തം എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു വിമാന ദുരന്തമാണ്. സമാനമായിരിക്കുന്ന വിമാന ദുരന്തങ്ങൾ ആകാശത്ത് വെച്ച് നടക്കുന്നത് വളരെ അപൂർവമാണ്. ഒറ്റപ്പെട്ട കാര്യങ്ങൾ മാത്രം. വിമാനവും അല്ലെങ്കിൽ വിമാനവും ഹെലികോപ്റ്ററും തമ്മിൽ കൂട്ടിമുട്ടുക എന്ന് പറഞ്ഞാൽ അസാധ്യമായിരിക്കുന്ന സംഭവമാണ്. എന്തിന് ഇത്ര ഉയരത്തിൽ ഹെലികോപ്റ്റർ പറന്നു? താന്നു വരുന്ന വിമാനങ്ങൾ എന്തുകൊണ്ട് വഴി മാറ്റിയിട്ട് പോകാൻ വേണ്ടി പറ്റില്ല? അപ്പോൾ ഇതിന് കൺട്രോൾ യൂണിറ്റ് എന്തുകൊണ്ട് വിവരങ്ങൾ നൽകിയില്ല? അങ്ങനത്തെ കുറേ വിഷയങ്ങളുണ്ട്. ഇതിന്റെ പിന്നിലൊക്കെ ഇറാന്റെ ചാരന്മാർ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള സംശയമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ട്രംപിന്റെ ഭാഗത്തുണ്ടായത്. അതുകൊണ്ട് വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇറാന്റെ പങ്കും പങ്കാളിത്തവും അന്വേഷിക്കും. ഇവിടെ മറ്റൊരു വിഷയങ്ങളും ഇതിന്റെ ഇടയിൽ പറയുന്നുണ്ട്. ആ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഈ യുദ്ധത്തിനനുബന്ധിച്ച് കഴിഞ്ഞ വർഷം കൊല്ലപ്പെട്ട ഒരു സംഭവം. കൊല്ലപ്പെട്ട സംഭവത്തിനെ കുറിച്ച് പല തരത്തിലുള്ള അന്വേഷണം നടത്തിയിട്ടും ഏതെങ്കിലും പിന്നാമ്പുറ ശക്തി അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചായിരിക്കുന്ന ഒരു വിവരം കിട്ടിയിട്ടില്ല. ഇറാൻ നേരിട്ട് അന്വേഷണം നടത്തിയിട്ടുണ്ട്, റഷ്യ നടത്തിയിട്ടുണ്ട്, റഷ്യയും തുർക്കിയും കൂടി സംയുക്തമായ രീതിയിൽ അന്വേഷണം നടത്തിയിട്ടുണ്ട്. അവരെല്ലാവരും ഹെലികോപ്റ്റർ പൂർണ്ണമായ രീതിയിൽ പരിശോധിച്ചു. ആ ഹെലികോപ്റ്റർ ഇപ്പോഴും പ്രത്യേകമായിരിക്കുന്ന രഹസ്യ കേന്ദ്രത്തിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അന്വേഷണം ഇപ്പോഴും പൂർണ്ണമായിട്ടില്ല. മരണപ്പെട്ട ഇബ്രാഹിം റൈസിയുടെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ രീതിയിലുള്ള പരിശോധനകളും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ അന്വേഷണങ്ങളും നടത്തി അവിടെ എവിടെയും കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു പിന്നാമ്പുറം ആക്രമണം നടത്തിയത് കൊണ്ടാണ് മരണപ്പെട്ടത് എന്നുള്ള കാര്യം. എന്നാലും ലോകം ഇപ്പോൾ വിശ്വസിക്കുന്നു അതിന്റെ പിന്നിൽ ഇസ്രായേലും അമേരിക്ക ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഒരു രാഷ്ട്രത്തിന്റെ പ്രസിഡന്റിന്റെ മരണം പോലും സംശയത്തിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു. ഇതിന് മുൻപ് നടന്നിരിക്കുന്ന കാസിം സുലൈമാനിയുടെ വധവുമായിട്ട് ബന്ധപ്പെട്ട് നേരിട്ട് പങ്കാളിത്തം വഹിച്ച അതേ ഡൊണാൾഡ് ട്രംപ് ഈ ഇത്തരം ഒരു കാര്യങ്ങൾ പറയുന്നതിൽ വലിയ സംശയങ്ങൾക്കൊന്നും ഇടവില്ല. അത് അന്വേഷിക്കുകയാണ് നല്ലത് എന്നുള്ള അഭിപ്രായങ്ങളും അമേരിക്കയിൽ തന്നെ ഉയർന്നു വരികയാണ്. ഏതായിരുന്നാലും ഇറാനും അമേരിക്കയും തമ്മിലുള്ള വിഷയം എന്ന് പറഞ്ഞാൽ നിസ്സാരമാക്കപ്പെട്ട വിഷയമൊന്നുമല്ല. വലിയ രീതിയിലുള്ള ആഭ്യന്തര സംഘർഷങ്ങളും രഹസ്യമായിരിക്കുന്ന പല നീക്കുപോക്കുകളും ഇറാന്റെ അകത്ത് അമേരിക്കന്റെ അകത്ത് യഥാർത്ഥത്തിൽ ഇറാൻ നടത്തുന്നു. ഇറാൻ എങ്ങനെ ഇതിൽ സാധിക്കുന്നു എന്നുള്ളത് ഇപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഇറാന്റെ പങ്കാളിത്തം അന്വേഷിക്കണം എന്ന് പറഞ്ഞതോടുകൂടി ഇറാനുമായിട്ടുള്ള മുൻപ് കാലം നടന്ന സംഭവ വികാസങ്ങളുടെ പരമ്പരകൾ തന്നെ യഥാർത്ഥത്തിൽ ഇപ്പോൾ മീഡിയകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇറാൻ ഇങ്ങനെ അമേരിക്കയുമായിട്ട് ഇത്ര വിഷയങ്ങൾ ഉണ്ടാവാനുള്ള കാരണങ്ങൾ, സാഹചര്യങ്ങൾ, ചുറ്റുപാടുകൾ, സ്ഥിതിവിശേഷങ്ങൾ എല്ലാം കോർത്തിണക്കിക്കൊണ്ട് പരമ്പരകൾ തയ്യാറാക്കുകയാണ്. ഇപ്പോൾ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് എപ്പോഴും ഇറാന്റെ ശത്രുവാണ് എന്നുള്ളതും ഇറാൻ എപ്പോഴും അമേരിക്കയുടെ ശത്രുവാണ് എന്നുള്ളത് കൃത്യമാണ്. ഏതായിരുന്നാലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുകയാണ്. അന്വേഷണത്തിന്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിൽ ഇറാന് പങ്കാളിത്തം ഉണ്ട് എന്ന് തെളിയുകയാണെങ്കിൽ വലിയ സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. ഇനി ഇല്ലാന്ന് തെളിഞ്ഞാലും അത് അപ്പാടെ തന്നെ അങ്ങനെ അമേരിക്ക നിഷേധിക്കുന്നില്ല. പുതിയ എന്തെങ്കിലും തന്ത്രങ്ങളും വഴികളും ഉണ്ടാക്കിക്കൊണ്ട് ഇറാനെ ഉൾപ്പെടുത്തുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കാനുള്ള സാധ്യതയും യഥാർത്ഥത്തിൽ വളരെ വളരെ കൂടുതലാണ്.